ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ പൂർണ്ണമായും താരൻ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സിമ്പിൾ ടിപ്പാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു 2 ദിവസം നിങ്ങൾ കുറഞ്ഞത് ഇത് ട്രൈ ചെയ്യുകയും വേണം. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ഹെയർ സൊല്യൂഷൻ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് ഞവരയില. ഞങ്ങളുടെ നാട്ടിൽ ഞവരയില എന്നാണ് പറയുന്നത്. ഞാൻ ഇടയ്ക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഞവരയിലയും പനിക്കൂർക്കയുടെ ഇലയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ലേന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പനിക്കൂർക്ക എന്നും പറയും, ഞവരയിലെന്നും പറയും. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ ഓരോന്നിൻ്റെ പേരറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും ആ കമൻറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഞവര ഇല അല്ല എങ്കിൽ പനിക്കൂർക്ക, ഇത് സാധാരണ എനിക്ക് ചെറിയ ഇലയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം മഴയൊക്കെ ആയ സമയത്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ പൊടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു 7-8 ഇല പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാവേ. ഇനി നമുക്ക് വേണ്ടത് ഒരു ദോശക്കല്ലാണ്. ദോശക്കല്ല് നല്ലവണ്ണം ചൂടായി വന്നിട്ടിട്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ തടവിയിട്ടുള്ള എണ്ണയെന്ന് പറയുന്നത് നമ്മുടെ നല്ല എണ്ണയാണ് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓരോ ഇലയും ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട് ദോശക്കല്ലിൽ. എന്നിട്ട് നമുക്കിതിനെ നല്ലവണ്ണം വാട്ടിയെടുക്കാം. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പുറത്തൊന്ന് വയ്ക്കുന്ന സമയത്ത് തന്നെ ഇത് സൗണ്ട് കേൾക്കുന്നുണ്ടോ, ഒന്ന് വാടിക്കിട്ടും, വാടി ഒന്ന് കുഴഞ്ഞു വരും. ആ സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാവേ. ഇതാ ജസ്റ്റ് ഞാൻ എടുത്ത് കണ്ടോ, ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. അടുത്തത് നമുക്കതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാവേ. അതുപോലെ നമുക്ക് ഓരോ ഇലയും അതുപോലെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചിലയെല്ലാം നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഇതാ ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ച് സമയം ഞാൻ കൂടുതൽ ഇട്ടിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ വെള്ളമെല്ലാം ഇതിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ കണ്ടോ. അല്ല, ഞാൻ വെള്ളം ഒഴിച്ചതല്ല, ഈ ഇലയുടെ വെള്ളമാണ് ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുള്ളത് കണ്ടോ. ഇനി ഇതും നമുക്കിതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ജസ്റ്റ് എടുക്കാം, പക്ഷേ പിഴിയുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് ഒരു 2-3 സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് തണുക്കുന്നത് വരെ. അപ്പോൾ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാവേ. അപ്പോൾ ഈ ഒരു ഹെയർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്ര ജലദോഷമുള്ളവർക്കായാലും അതുപോലെ തന്നെ തണുപ്പ് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിലും ഈ ഒരു ഹെയർ സൊല്യൂഷൻ അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ. കാരണം ഇത് ഞവരയിലയാണ്. നമ്മുടെ ജലദോഷം മാറാനും അതുപോലെ തന്നെ തണുപ്പ് അത്ര പെട്ടെന്ന് ഏൽക്കാത്ത രീതിയിലുമുള്ള ഒരു എഫക്റ്റ് നമ്മുടെ ഞവരയില തരും. അതുപോലെ തന്നെ നമ്മൾ ഹെയർ പാക്ക്, ഹെയർ സൊല്യൂഷൻ, അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ എന്ത് ചെയ്താലും ഈ ഞവരയില ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞവരയില അല്ല എങ്കിൽ നമ്മുടെ തുളസി ഇല ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇത് നമ്മൾ ചെറു ചൂടോടെ തന്നെ പിഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ സാധാരണ പച്ച ഇലയിൽ നിന്ന് കിട്ടുന്ന നീരിനേക്കാളും ഇരട്ടി നീര് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ചല്ലേ ഉള്ളൂ, പക്ഷേ ഇത്രയും തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത്, നിങ്ങൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ തലയിൽ തേക്കുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ല എങ്കിൽ ഞാൻ സാധാരണ ഡാബർ ആംലയാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല ഒരു എണ്ണയാണ് കേട്ടോ. അതായത് നെല്ലിക്കയുടെ ഗുണങ്ങളോട് കൂടിയുള്ള എണ്ണയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. വേണമെന്നുള്ളവർക്ക് വാങ്ങി അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ വളരാനും എനിക്ക് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞാൻ കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി ഒരു 2-3 തുള്ളി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വിരൽ കൊണ്ട് തന്നെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയെന്ന് പറയുമ്പോൾ മുടിയിൽ മൊത്തത്തിലായിട്ടല്ല, നമ്മുടെ സ്കാൽപ്പിൽ, അതായത് താരൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ആ പുറ്റു പിടിച്ചിരിക്കുന്ന താരൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജും കൂടെ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെറിയൊരു കോമ്പ് ഉപയോഗിച്ച് ചീകി കഴിഞ്ഞാൽ അവിടുത്തെ താരനെല്ലാം ഇളകി വരികയും നമുക്ക് നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു 2 ദിവസം നിങ്ങൾ റെഗുലറായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നം പൂർണ്ണമായി നമ്മുടെ തലയിൽ നിന്നും, അതായത് സ്കാൽപ്പിൽ നിന്ന് മാറാനും ഈ ഒരു ഹെയർ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.